ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അതായത് ഈ ഒരു പേര് പറയുന്ന പോലെ തന്നെ ഇതെന്താണ്, സ്റ്റാഫിൻ്റെ അതുപോലെ ലൈനിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ്. ദ ലൈൻ എക്സിക്യൂട്ടീവ് ഹാവ് ദി എക്സിക്യൂട്ടീവ് അതോറിറ്റി. ദ സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ റിക്വയർഡ് ടു അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ലൈൻ മാനേജേഴ്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ലൈൻ എക്സിക്യൂട്ടീവ്സിനായിരിക്കും എന്ത്, എക്സിക്യൂട്ടീവായിട്ടുള്ള അതോറിറ്റി ഉണ്ടായിരിക്കുക. സ്റ്റാഫ് ഓഫീസേഴ്സാണ് അവർ അസിസ്റ്റ് ചെയ്യുക, ലൈൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അഡ്വൈസ് അസിസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസേഴ്സ് ആയിരിക്കും സ്റ്റാഫ് ഓഫീസർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ലൂയിസ് എ എലയും പറയുന്നതാണ്, ലൈൻ റിഫേഴ്സ് ടു ദോസ് എലമെൻറ്റ്സ് വിച്ച് ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് ആർ അക്കൗണ്ടബിൾ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. അതായത് ലൂയിസ് എ എലയം പറയുന്ന പ്രകാരം ലൈൻ എന്ന് പറയുന്നത് ദോസ് എലമെൻറ്റ്സ് വിച്ച് ഹാവ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഉണ്ടായിരിക്കും. അവർക്ക് എന്താ, പ്രൈമറി ഒബ്ജക്റ്റീവ്സിനുള്ള റെസ്പോൺസിബിലിറ്റി, അത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതുപോലെ അധികാരമായിരിക്കും ലൈൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ലൈനിനുണ്ടായിരിക്കുക. സ്റ്റാഫ് റിഫേഴ്സ് ടു ദോസ് എലമെൻറ്റ്സ് വിച്ച് ഹാവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫോർ പ്രൊവൈഡിങ് അഡ്വൈസ് ആൻഡ് സർവീസ് ടു ലൈൻ ഇൻ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ സ്റ്റാഫ് എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന, അവർക്കുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് അതുപോലെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും സ്റ്റാഫ് ഓഫീസേഴ്സ്. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഈ ലൈനിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് പറയുന്നത് പിന്നെ പറയുന്നത്, ദ സ്റ്റാഫ് ഓഫീസേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ വർക്കേഴ്സ്. സ്റ്റാഫ് ഓഫീസേഴ്സിന് വർക്കേഴ്സിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല. ദേ ഷുഡ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ലൈൻ മാനേജേഴ്സ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ്. ഇവർക്ക് ഇന്നുണ്ടായിരിക്കില്ല, സ്റ്റാഫ് ഓഫീസേഴ്സിന് ഒരിക്കലും വർക്കേഴ്സിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവില്ല. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ലൈൻ മാനേജേഴ്സിന്, അതായത് ലൈൻ മാനേജേഴ്സിന് വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുക മാത്രമാണ് ഇവരുടെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ലൈൻ അതോറിറ്റി അല്ലെങ്കിൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ലോവർ വൺസ്. അതായത് ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ലൈൻ അതോറിറ്റി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്ന് ലോവറിലേക്കായിരിക്കും ഇവിടെ അതോറിറ്റി പാസ് ചെയ്യുന്നത്, അതായത് അധികാരം ഉണ്ടാവും. അപ്പോൾ ടോപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ അധികാരം, അവരായിരിക്കും ലോവർ ലെവലിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഈ സ്റ്റാഫ് ഓഫീസേഴ്സിന് ഓരോ പോയിൻറ്റ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓരോ ഓർഗനൈസേഷനിലെ ഓരോ പോയിൻറ്റ്സിലായിരിക്കും സ്റ്റാഫ് ഓഫീസേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവർ ലൈൻ അതോറിറ്റീനെ ഹെൽപ്പ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ സ്റ്റാഫ് ഓഫീസേഴ്സ് ഷുഡ് പ്രൊവൈഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ടു ലൈൻ അതോറിറ്റീസ്. ഇവരെന്ത് ചെയ്യണം, ലൈൻ അതോറിറ്റിക്ക് വേണ്ട ഒപ്പീനിയൻ, അവർ ഒരു എക്സ്പേർട്ടായുള്ള ഒപ്പീനിയൻ അതുപോലെ ഒരു ഗൈഡൻസ് അഡ്വൈസൊക്കെ കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങളും അവർക്കുള്ള ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലാണ് സ്റ്റാഫ് ഓഫീസേഴ്സ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാഫ് ഓഫീസേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സിൻ്റെ മുകളിൽ അവർക്കൊരു കൺട്രോളും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈൻ ഫങ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്, അതുകൊണ്ട് തന്നെ ലൈൻ ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് മെറിറ്റ്സ് അതുപോലെ എന്തൊക്കെ ഡിമെറിറ്റ്സ് ആണ് ഇവർക്കുള്ളത്. ഫസ്റ്റ് മെറിറ്റ്സ് പറയുകയാണെങ്കിൽ സൗണ്ട് മാനേജറിയൽ ഡിസിഷൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് ബൈ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സ് എടുക്കുന്ന ഡിസിഷൻസിന് അഡ്വൈസ് അവർ ഹെൽപ്പ് ചെയ്യലൊക്കെയാണ് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു പെട്ടെന്നുള്ള ഡിസിഷൻസ്, പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അത് സൗണ്ട് മാനേജറിയൽ ഡിസിഷൻസ് അവർക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് എടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ എന്ത് ഓർഗനൈസേഷനിൽ എന്ത് ചേഞ്ചസ് വരികയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. അതിൽ പറയുന്നതാണ് ദ ഓർഗനൈസേഷൻ വിൽ അപ്പോയിൻറ്റ് മോർ സ്റ്റാഫ് ഓഫീസേഴ്സ്. ദ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഓൾഡ് എംപ്ലോയീസ് വിൽ ഗെറ്റ് ചാൻസ് ഓഫ് ബീയിങ് അപ്പോയിൻറ്റഡ് ആസ് സ്റ്റാഫ് ഓഫീസേഴ്സ്. അതായത് എക്സിക്യൂട്ടീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടുള്ള സ്റ്റാഫ് ഓഫീസേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, ഓൾഡ് എംപ്ലോയീസിനൊക്കെ ഒരു ചാൻസ് കിട്ടുകയാണ്. സ്റ്റാഫ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവിടെ ഈ എക്സിക്യൂട്ടീവ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. നെക്സ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ദ സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ നോട്ട് ഗിവൺ എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഇവിടേക്ക് എന്ത് പവറില്ല, എക്സിക്യൂട്ടീവ് പവർ സ്റ്റാഫ് ഓഫീസേഴ്സ് ഇല്ല. അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്വൈസും ഗൈഡും ചെയ്യുക, ലൈൻ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസും ഗൈഡും ചെയ്യുകയാണ്. അപ്പോൾ ദ റൈറ്റ്സ് ഓഫ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിനാണ് ഫുൾ അതോറിറ്റി ഉള്ളത്, ഡിസിഷൻസ് എടുക്കാൻ, ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി ഒക്കെ ഉള്ളത് ലൈൻ മാനേജേഴ്സിനാണ്. അപ്പോൾ സബോർഡിനേറ്റ്സ് അവരുടെ ഓർഡർ കിട്ടുക അവരുടെ ബോസിൽ നിന്ന് മാത്രമായിരിക്കും, ലൈൻ മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് ബേർഡൻ കുറയ്ക്കുന്നുണ്ട്. സ്റ്റാഫ് അതോറിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസൊക്കെ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈൻ മാനേജേഴ്സ് അതൊരു റിലീഫാണ്. അവരിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്താണ്, റിലീഫാണ്. അവർക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രം ഒന്ന് ഡീൽ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഈ സ്റ്റാഫ് ഓഫീസേഴ്സ് തന്നെ ഡീൽ ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് പ്ലാൻഡ് സ്പെഷ്യലൈസേഷൻ. അതായത് ഇവിടെ ഒരു പ്ലാൻഡ് സ്പെഷ്യലൈസേഷനാണ് ഈ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്യുന്നത്. അതായത് വർക്കുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ പിന്നെ ഓർഗനൈസേഷനിലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത് പറയുന്നതാണ് ഡീമെറിറ്റ്സ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ്. ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീസ്. അതായത് ലൈൻ അതോറിറ്റിയും അല്ലെങ്കിൽ സ്റ്റാഫ് അതോറിറ്റിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ലൈൻ ഓഫീസേഴ്സ് അവർ ബ്ലെയിം ചെയ്യുകയാണ്, സ്റ്റാഫ് ഓഫീസേഴ്സ് ചെയ്തതൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ബ്ലെയിം ചെയ്യുക. അപ്പോൾ അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവും. അവരുടെ സജഷൻസ് ഒന്നും ഇവർ ലൈൻ ഓഫീസേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതൊക്കെ ഒരു തർക്കത്തിന് കാരണമാണ്. അപ്പോൾ അതൊരു മെയിൻ ഡീമെറിറ്റ് ആണ്. രണ്ടാമത് പറയുകയാണ് ഇൻഎഫക്റ്റീവ് സ്റ്റാഫ് ഇൻ ദി അബ്സെൻസ് ഓഫ് അതോറിറ്റി. അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റാഫ് ഓഫീസേഴ്സിന് കൊടുക്കുന്നില്ല. കാരണം സ്റ്റാഫ് ഓഫീസേഴ്സിന് പറഞ്ഞാൽ അഡ്വൈസും ഗൈഡൻസ് അങ്ങനത്തെ അസിസ്റ്റ് ചെയ്യുക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡായിരിക്കും അവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ദേ ആർ ഓൾസോ ജലസ് ടുവേർഡ്സ് ലൈൻ മാനേജേഴ്സ്. അപ്പോൾ ഈ സ്റ്റാഫ് ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് പവറൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ ലൈൻ മാനേജേഴ്സിൻ്റെ അടുത്ത് എന്തുണ്ടായിരിക്കും, ഒരു ജലസ് ഉണ്ടായിരിക്കും. അത് എന്തിന് കാരണമാവും, ഇൻഎഫക്റ്റീവായിട്ടുള്ള പിന്നെ അതോറിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കാരണമാവും. അവർക്ക് അതോറിറ്റി കിട്ടാത്തതുകൊണ്ട് അവരുടെ സ്റ്റാഫ് ഇന്നെഫിഷ്യൻ്റ് ആയിരിക്കും, ഇന്നെഫക്റ്റീവായിട്ടാവും വർക്ക് ചെയ്യുക. നെക്സ്റ്റ് അതൊരു ഡിമെറിറ്റാണ്. നെക്സ്റ്റ് ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് വിൽ ഡിമാൻഡ് ഹയർ വേജസ്. ഇവിടെ എക്സ്പേർട്സും സ്പെഷ്യലിസ്റ്റും എന്ത് ചെയ്യാണ്, ഹയർ വേജസ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു എക്സ്പെൻസീവ് ആവും, അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടുള്ള ചിലവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൈസ്. അവരുടെ പ്രൈസൊക്കെ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡിമെറിറ്റ് എന്ന് പറയാൻ കൺഫ്യൂഷൻ അബൌട്ട് പൊസിഷനെ കുറിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്കിവിടെ തരംതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പൊസിഷൻ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്, അതൊരു ഡിമെറിറ്റ് ആണ്. നെക്സ്റ്റ് പറയുക ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്പേർട്സ്. അപ്പോൾ ഈ ലൈൻ മാനേജേഴ്സ് ഈ ഒരു പിന്നെ സ്ട്രക്ചറിൽ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഈ എക്സ്പേർട്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവരൊന്ന് മടിയനായിട്ട് മാറുകയാണ്, അവർക്ക് ഡിസിഷൻസൊക്കെ എടുക്കാൻ കൂടുതൽ റിസ്ക് ആയിട്ട് തോന്നുകയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. അതായത് സ്റ്റാഫ് എന്ത് ചെയ്യില്ല, നോട്ട് അക്കൗണ്ടബിൾ ഫോർ ദി റിസൾട്ട്. അവർ അസിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല റിസൾട്ട്സിൻ്റെ മുകളിൽ.
നെക്സ്റ്റ് ലാസ്റ്റ് പറയുകയാണെങ്കിൽ ചാൻസ് ഓഫ് മിസ് ഇൻ്റർപ്രിറ്റേഷൻ, അതായത് മിസ് ഇൻ്റർപ്രിറ്റേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാഫിൻ്റെ പിന്നെ റെക്കമെൻഡേഷനൊക്കെ സ്വീകരിച്ചിട്ട് ലൈൻ മാനേജേഴ്സ് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ മിസ് ഇൻ്റർപ്രിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ലൈനും അതുപോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ ലൈൻ ഓർഗനൈസേഷനിൽ എക്സ്പേർട്സ് അഡ്വൈസ് ആർ നോട്ട് അവൈലബിൾ. ലൈൻ ഓർഗനൈസേഷനിൽ എന്തില്ല? അവിടെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് അവൈലബിൾ അല്ല. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കണ ആരെന്നെയാണ്? ലൈൻ അതോറിറ്റി മാത്രമാണ്. ഇതൊരു സിമ്പിൾ ഫോമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായിരിക്കും? അതോറിറ്റി വെർട്ടിക്കൽ ടൈപ്പാണ് ഫ്ലോ ചെയ്യുന്നത്, ടോപ്പ് ടു ബോട്ടം ആണ് ഈ ലൈൻ ഓർഗനൈസേഷനിൽ അതോറിറ്റി പോണത്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്പേർട്സിൻ്റെ അഡ്വൈസാണ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം സ്റ്റാഫുകളുടെയൊക്കെ ഒപ്പീനിയൻ, സ്റ്റാഫിൻ്റെ ഒപ്പീനിയൻസൊക്കെ ഇവർ സ്വീകരിച്ചിട്ടാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. എന്നാൽ ലൈൻ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ദർ ഇസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ് ലൈൻ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കുറച്ച് കുറവാണ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് വരികയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു കൺസൾട്ട് സ്റ്റാഫ് ഓഫീസേഴ്സ് വൈൽ ടേക്കിംഗ് ഡിസിഷൻ. ലൈൻ ഓർഗനൈസേഷൻ ഒന്നിനും എന്തിനെ കൺസൾട്ട് ചെയ്യുന്നില്ല, സ്റ്റാഫ് ഓഫീസേഴ്സിനൊന്നും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കൺസൾട്ട് ചെയ്യുന്നില്ല. അവിടെ വെർട്ടിക്കൽ ഫ്ലോയിലാണ് അതോറിറ്റി പോകുന്നത്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക? ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ സ്റ്റാഫ് ഓഫീസേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഡ്വൈസും അവരുടെ ഒപ്പീനിയനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതൊരു ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സും അതുപോലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും എന്തിലുണ്ടാവുന്നില്ല? ലൈൻ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നില്ല. കാരണം അവിടെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനോട് കൂടിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് ചില ഒക്കേഷനിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലൈൻ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ലെസ് ഇലാസ്റ്റിക് ആണ്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ആണ്. പിന്നെ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ്, അതായത് സിംപ്ലസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെ അവിടെ എക്സ്പെൻസീവ് കുറവാണ്. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതൊരു കോസ്റ്റ്ലി ആണ്. ഇനി ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. ഇവരെന്തിനും ബേസ് ചെയ്യുന്നില്ല, സ്പെഷ്യലൈസേഷനിൽ ബേസ് ചെയ്യുന്നില്ല. പക്ഷേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് സ്ട്രക്ചറിൽ വരുന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീൻ്റെയും ഇടയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ടോപ്പ് പൊസിഷൻസിലൊക്കെ സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓർഗനൈസേഷനിലെ എൻറ്റയർ ആയിട്ട് സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് specialists are appointed in top positions throughout the organization. Various activities are classified according to their functions. These functions are put under the charge of specialist. അതായത് സ്പെഷ്യലിസ്റ്റിന് ഇവിടെ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യാണ് ടോപ്പ് പൊസിഷൻസിലൊക്കെ. ആ ടോപ്പ് പൊസിഷനിൽ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഓർഗനൈസേഷനിലെ എൻ്റയർ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാൻ ചെയ്യുന്നത് അവരുടെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് വരികയാണെങ്കിൽ അതിനൊരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുക, പോലെ മാർക്കറ്റിംഗ് ഒരു ഗ്രൂപ്പ്, ഫിനാൻസ് ഒരു ഗ്രൂപ്പ്, അങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഈ ഫങ്ഷൻസിനെ സ്പെഷ്യലിസ്റ്റിന് ചാർജ് കൊടുക്കുകയാണ്. ഈ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജ് സ്പെഷ്യലിസ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഫങ്ഷണൽ ഹെഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഈ ഓർഗനൈസേഷൻ അവരുടെ ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നത് ഫങ്ഷണൽ ഹെഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്താണ്
സബോർഡിനേറ്റ്സ് ഓർഡേഴ്സും ഡയറക്ടേഴ്സും കിട്ടുന്നത് ഒരാളുടെ നിന്ന് മാത്രമല്ല, കുറേ ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ് സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സും അതുപോലെ ഡയറക്ഷൻസും കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ട് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഫങ്ഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക. ആ ആക്ടിവിറ്റി സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവരാണ് ആ ഫങ്ഷൻസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദ ഹോൾ ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് എൻ്റർപ്രൈസസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഫങ്ഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ, അങ്ങനത്തെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വെൻ കമ്പയർഡ് ടു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈപ്പാണ്. കാരണം സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണം, ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ സ്പെഷ്യലൈസേഷൻ ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇവിടെ എന്തുണ്ട്? ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതായത് ഹോൾ വർക്കിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ, പർച്ചേസിങ്, അതൊക്കെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ആയിരിക്കും. ഇത് എക്സ്പേർട്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ദ ലൈൻ എക്സിക്യൂട്ടീവ്സ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഓൺലി ഫ്രം ഹിസ് ബോസ് ബട്ട് ഓൾസോ ഫ്രം വൺ ഓർ മോർ സ്പെഷ്യലിസ്റ്റ്. ഇവിടെ ഒരാളടുത്ത് മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഒന്നോ അല്ലെങ്കിൽ ഒന്ന് കൂടുതലോ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്. ഇനി ഈ സിസ്റ്റം പ്രകാരം അണ്ടർ ദിസ് സിസ്റ്റം ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ബൈ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഓർ ഫങ്ഷണൽ എക്സ്പേർട്സ്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റിനെ പോലെ ഫങ്ഷണൽ എക്സ്പേർട്സിനൊക്കെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ, അതായത് എക്സ്പേർട്സിനെയാണ് മാനേജ്മെൻറ്റ് ലെവലിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റയർ ഓർഗനൈസേഷന് ഇത് ബെനിഫിറ്റാണ് ഈ സ്പെഷ്യലൈസേഷൻ കാരണം. രണ്ടാമത് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷനാണ്. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ്. സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാക്കാൻ പറ്റും? സ്റ്റാൻഡർഡൈസ് പ്രോഡക്ട്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഹയർ എഫിഷ്യൻസി. എപ്പോഴും എക്സ്പേർട്ട് എടുക്കുന്ന കാര്യങ്ങളും സാധാരണക്കാർ എടുക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എഫിഷ്യൻസി ഇവിടെ എന്താണ്? കൂടുതലായിരിക്കും. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. നെക്സ്റ്റ് നോ ഓവർലോഡ് ഓഫ് വർക്ക് എന്തില്ല? ഇവിടെ ഓവർലോഡ് ഇല്ല. എൻ്റെ വർക്ക് ഇവിടെ ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്പേർട്സിനായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓവർലോഡ് വർക്ക് ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് മാസ് പ്രൊഡക്ഷൻ. ഇവിടെ എന്തില്ല? സ്പെഷ്യലൈസേഷനും അതുപോലെ സ്റ്റാൻഡർഡൈസേഷനും ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മാസ് പ്രൊഡക്ഷൻ ഇവിടെ പോസിബിൾ ആണ്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഈ സ്ട്രക്ചർ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചസും എപ്പോൾ വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നു സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. അതായത് ഈ ഒരു എക്സ്പേർട്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്പാൻഷനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വിപുലീകരണത്തിനുള്ള ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡിസഡ്വാൻറ്റേജസ്. വൊയലേഷൻ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മളിവിടെ പറയുന്നുണ്ട്, ഇവിടെ സബോർഡിനേറ്റ്സ് ഒരാളടുത്ത് മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് വോയിലേറ്റ് ചെയ്യുന്നുണ്ട്, തകർക്കുന്നുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇവിടെ കുറവായിരിക്കും. കാരണം സെപ്പറേറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ആർ വെരി കോംപ്ലക്സ്. ഇവിടെ എന്താണ്? റിലേഷൻഷിപ്പ് വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ദെയർ ആർ ടു മെനി ക്രോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഒരുപാട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. നെക്സ്റ്റ് കോൺഫ്ലിക്ട്സ്. ഇവിടെ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ് തന്നെ ഒരേ റാങ്കിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തർക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു വർക്കർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട്
ഡിഫറെൻറ്റ് ബോസിൻ്റെ കയ്യിൽ നിന്നാണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ അയാൾ ഈ എല്ലാ ഇൻസ്ട്രക്ഷൻസിനും ഫങ്ഷൻ ചെയ്യാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, അയാളുടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ദ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് ലൈൻ അതോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്കാണ് അതോറിറ്റി പാസ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ മാനേജർക്കാണ് ഫുൾ അതോറിറ്റി ഉള്ളത്. പിന്നെ ലൈൻ ഓർഗനൈസേഷനിൽ ഒരു ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ഫങ്ഷണൽ ഓർഗനൈസേഷന് യൂണിറ്റ് ഓഫ് കമാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല. പിന്നെ ലൈൻ ഓർഗനൈസേഷന് സ്പെഷ്യലൈസേഷൻ ഇല്ല. ഫങ്ഷണൽ ഓർഗനൈസേഷന് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അവരുടെ ഫങ്ഷൻ്റെ ബേസിൽ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ സെറ്റേഴ്സിനാണ് കൂടുതൽ പോസിബിൾ. കാരണം അതൊരു സിമ്പിൾ മെത്തേഡാണ്, സിമ്പിൾ സ്ട്രക്ചറാണ്. പക്ഷേ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലാർജ് സ്കെയിൽ സെറ്റേഴ്സിനാണ് കൂടുതൽ. കാരണം സ്പെഷ്യലിസ്റ്റിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനൊക്കെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ലാർജ് സ്കെയിൽ സെറ്റേഴ്സാണ് ഇത് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദർ ഈസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ലൈൻ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കൂടുതലാണ്, പക്ഷേ ഫങ്ഷണലിൽ ലൂസ് ഡിസിപ്ലിനാണ്. നെക്സ്റ്റ് ദർ ഈസ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷനാണ്, പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രൊമോട്ട്സ് ബെറ്റർ കോർഡിനേഷൻ. ലൈൻ ഓർഗനൈസേഷന് ബെറ്റർ കോർഡിനേഷൻ ആക്ടിവിറ്റീസൊക്കെ, അതായത് യൂണിറ്റ് ഓഫ് കമാൻഡൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ അത് അറ്റൈൻ ചെയ്യുക, കോർഡിനേഷനും അതുപോലെ ടീം സ്പിരിറ്റും അറ്റൈൻ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അതുപോലെ ഫങ്ഷണൽ ഓർഗനൈസേഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.